ടി.എ. മസൂദന് കിട്ടിയിട്ടുള്ള റെസീറ്റ് ബുക്ക് കൃത്യമായി പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില റെസീറ്റ് ബുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് വിശദമായിട്ടുള്ള പരിശോധന ഓഡിറ്റർമാർ നടത്തി. അപ്പോൾ റെസീറ്റ് ബുക്ക് നഷ്ടപ്പെട്ടു. ആ ബുക്കിൽ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പണം രേഖപ്പെടുത്തിയോ അല്ലെങ്കിൽ പണം പിരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു തെളിവും പാർട്ടിയുടെ മുന്നിലില്ല. ഓഡിറ്റർമാർ ഇത് വിശദമായ പരിശോധന നടത്തി. ഇത് ഓഫീസ് സെക്രട്ടറിയുടെ ഭാഗത്ത് വന്നുള്ള ഗുരുതരമായ വീഴ്ചയാണെന്ന് കണ്ടു. അതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരായിട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ധനരാജ് ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് സഖാവ് ടി.എ. മസൂദനല്ല, അന്ന് ഏരിയ സെക്രട്ടറി വേറൊരാളാണ്. ധനരാജ് ഫണ്ട്, രക്തസാക്ഷി ഫണ്ട് 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പിരിച്ചിരുന്നത്. കുടുംബത്തെ സഹായിക്കുക, രണ്ടാമത്തത് കുടുംബത്തിനൊരു വീട് വെച്ച് കൊടുക്കുക, പിന്നെയുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുണ്ട്, ആ കേസുകൾ കൈകാര്യം ചെയ്യുക. ഇങ്ങനെ വെച്ചുകൊണ്ടാണ് പാർട്ടി ആ ഫണ്ട് ശേഖരിച്ചിരുന്നത്. അപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടി ശേഖരിച്ചിട്ടുള്ള ഫണ്ടും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശേഖരിച്ചിട്ടുള്ള ഫണ്ടും അതുപോലെ തന്നെ ഓഫീസ് നിർമ്മിച്ചതുമായി ശേഖരിച്ചുകൊണ്ടുള്ള വേണ്ടിയുള്ള ഫണ്ടും ഇതിലൊന്നും പാർട്ടിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ധനം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തിപരമായി ഏതെങ്കിലും വിധത്തിലുള്ള ധനാപഹരണം നടത്തിയതായിട്ട് പാർട്ടി കണ്ടെത്തിയിട്ടുമില്ല. വിശദമായ പരിശോധന ഓഡിറ്റർമാർ നടത്തിയതാണ്. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനും വിശദമായ പരിശോധന നടത്തിയതാണ്. പക്ഷേ ഉണ്ടായ സംഭവം എന്താ? വരവ് ചെലവ് കണക്ക് സാധാരണ നിലയിൽ സമയബന്ധിതമായി അംഗീകരിക്കണം. അതാണ് പാർട്ടിയുടെ രീതി. അതിനൊരു മാനദണ്ഡമുണ്ട്. അതുപോലെ തന്നെ കേവലമായിട്ട് അംഗീകരിക്കലല്ല, ഇൻറ്റേർണൽ ഓഡിറ്റർമാർ ഓഡിറ്റ് ചെയ്യണം. നിങ്ങൾ തന്നെ ഇപ്പം പറയുന്നത് കേട്ടില്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഓഡിറ്റർമാർ, അദ്ദേഹം തന്നെ ഓഡിറ്ററായിട്ടുള്ള ചുമതല നിർവഹിച്ചല്ലോ. അപ്പോൾ ഓഡിറ്റ് ചെയ്ത് ആ കണക്കാണ് പാർട്ടി കമ്മിറ്റി അംഗീകരിക്കുക. അതാണ് CPM-ൻ്റെ രീതി. പക്ഷേ 2015-18 കാലയളവിലുള്ള ഈ ഫണ്ട് ശേഖരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ ഫണ്ട് ശേഖരണത്തിൽ ഈ കാലയളവിൽ അതിൻ്റെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചില്ല. കൃത്യതയോടെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കാത്തതുകൊണ്ട് ഇക്കാര്യത്തിൽ 4 വർഷത്തെ കാലതാമസം ഉണ്ടായി. അതിനെ തുടർന്ന് ആ ഘട്ടത്തിൽ തന്നെ 2022 തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ബന്ധപ്പെട്ട സഖാക്കളുടെ മേലെ അച്ചടക്ക നടപടി സ്വീകരിച്ചതാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ധനാപഹരണം നടത്തി എന്ന് കണ്ടെത്തിയതുകൊണ്ടല്ല. പാർട്ടി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ട ചില അച്ചടക്കമുണ്ട്. കൃത്യമായിട്ട് വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്ത് അംഗീകരിക്കുക, അത് സമയബന്ധിതമായി അംഗീകരിക്കുക എന്നുള്ള പാർട്ടിയുടെ മാനദണ്ഡം പാലിക്കാത്തത് കൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട സഖാവ് ടി.എ. മസൂദൻ ഉൾപ്പെടെ അതിന് മൊത്തം ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതലയിൽ പ്രധാനപ്പെട്ട സഖാക്കൾ അവർക്കെല്ലാം എതിരായിട്ട് 2022 തന്നെ അച്ചടക്ക നടപടി സ്വീകരിച്ചതാണ്. അപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിച്ച് പാർട്ടിയുടെ രീതിയിൽ അന്വേഷിച്ച് തീർപ്പാക്കിയ ഒരു കാര്യം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്ന ഒരു ഘട്ടത്തിൽ വി. കുഞ്ഞികൃഷ്ണൻ കൊണ്ടുവന്ന് പാർട്ടിക്കെതിരായി നിരന്തരമായ വാർത്ത ചമക്കുന്ന ഒരു മാധ്യമത്തെ ഉപയോഗിച്ച് BJP അധ്യക്ഷൻ്റെ ചാനലിനെ ഉപയോഗിച്ച് അതിൽ തന്നെ പാർട്ടിക്കെതിരായി നിരന്തരമായ വാർത്തകൾ തയ്യാറാക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ ഉപയോഗിച്ച് ഇങ്ങനൊരു ഇൻ്റർവ്യൂ നടത്തിയത് ദുരൂഹമാണ്. അദ്ദേഹം ഇത്തരക്കാരുടെ കയ്യിലെ പാർട്ടിയെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള കോടാലിക്കൈയായി
അധപ്പതിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ വിഷയം ഉന്നയിച്ച ഏരിയ സെക്രട്ടറി എന്തിനാണ് അന്ന് മാറ്റിയത്? ഏരിയ സെക്രട്ടറിയെ മാറ്റിയതിന് ശേഷം അദ്ദേഹം കുറച്ചു കാലം പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തോട് പലരും സംസാരിച്ചു. തുടർന്ന് അദ്ദേഹം വീണ്ടും പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി. അതിനുശേഷം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവായി. അതിനെ തുടർന്ന് സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലെ സ്ഥിരാംഗമായി. അങ്ങനെയുള്ള ഒരാൾ അന്നുണ്ടായിട്ടുള്ള കാര്യം ഇപ്പോൾ ഉന്നയിക്കാൻ എന്താണ് അദ്ദേഹത്തിന് ഇത്ര വലിയ പ്രകോപനം? എന്താണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? അതിനുശേഷമുള്ള നടപടി വന്നിട്ട് താക്കീത് എന്ന് പറയുന്ന നടപടിയാണ്, ശാസന എന്ന് പറയുന്ന നടപടിയാണ്. ആ ശാസന വന്നിട്ട് 6 മാസമായി. അതിനിടയിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു. അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു. അപ്പോൾ ഇപ്പോഴെന്താണ് പ്രകോപനം? അത് അദ്ദേഹം വ്യക്തമാക്കണം.